കുറവലങ്ങാട് ബൈപ്പാസ് നിർമ്മാണത്തിന്റെ മറവിൽ വലിയ തോട് നശിപ്പിക്കുന്നുവെന്ന ആരോപണം പുതിയ മാനങ്ങളിലേക്ക് തിരിയുന്നു. ആരോപണവുമായി രംഗത്തെത്തിയ പഞ്ചായത്ത് മെമ്പറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പാല RDO EV ബേബിച്ചൻ നിർദ്ദേശം നൽകി. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ ഭരണകക്ഷി അംഗം സിബി സെബാസ്റ്റ്യനാണ് പരാതിയുമായി പാല RDOയെ സമീപിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി പരാതി ലഭിച്ച ഉടൻ തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലാണ് തോടുള്ളതെന്നും തോട് പുറമ്പോക്ക് പഞ്ചായത്തിന് നിയന്ത്രണത്തിലാണെന്നും ഇവിടെ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം പഞ്ചായത്തിനാണെന്നും പഞ്ചായത്ത് അറിയാതെ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയില്ലെന്നും RDO വ്യക്തമാക്കി. പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ അന്വേഷണവും തുടർ നടപടികളും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടയിൽ സംഭവം സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ള മോൻസ് ജോസഫ് MLA കഴിഞ്ഞ ദിവസം കോഴായിൽ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുന്നതായാണ് MLA വ്യക്തമാക്കിയിരുന്നത്. ചൊവ്വാഴ്ച അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഭരണസമിതി അംഗങ്ങളായ ജോജി സി എബ്രാഹുവും സിബി സെബാസ്റ്റ്യൻ നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. KR നാരായണൻ ബൈപ്പാസ് റോഡ് വികസനത്തിന്റെ ഭാഗമായി കുറവലങ്ങാട്ട് പ്രധാന ജലസ്രോതസ്സായ വലിയ തോട് കേവലം ഒരു ചാണകണക്കയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നിരിക്കുന്ന ആക്ഷേപം. ഇപ്പോഴത്തെ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തിയാൽ ഒരു മഴയിൽ തന്നെ ബസ് സ്റ്റാൻഡിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും വെള്ളൊഴുക്ക് സുഗമമായി നടക്കുന്ന സാഹചര്യം ഇല്ലാതാകുമെന്നാണ് പ്രധാന ആക്ഷേപം. എന്നാൽ വെള്ളൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഒരുവിധ പ്രവർത്തനത്തിനും അനുമതി നൽകുകയില്ലെന്നാണ് മോൻസ് ജോസഫ് MLAയുടെ നിലപാട്. വലിയ തോടിനെ സംരക്ഷിച്ചുകൊണ്ട് വികസനം പൂർണ്ണമായി നടപ്പാക്കുന്ന നിലപാടാണ് ഉള്ളതെന്നും MLA വ്യക്തമാക്കിയിരുന്നു.